ഹായ് ഫ്രണ്ട്സ്, ഉഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. 2 ദിവസമായി പനിയായി കിടക്കുകയാണ്. വീഡിയോ ഒന്നും നേരെ ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ പറ്റുന്നില്ല. പക്ഷേ ഇന്ന് ഒരല്പസുഖം. ഞാൻ ഇപ്പം മേല് കഴുകി എഴുന്നേറ്റേ ഉള്ളൂ. ഞാനിന്ന് ഈ 2 ദിവസം ഫ്രീ ആയിട്ട് കിടന്നപ്പോൾ ഫോണിൽ കുറച്ച് വീഡിയോസ് കാണാനുള്ള സമയം കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച 2 വീഡിയോ ഞാൻ കണ്ടു. അതിലൊന്ന് അമൃത സുരേഷിൻ്റെയും ഒന്ന് അമൃതയുടെ മോള് പാപ്പുവിൻ്റെ വീഡിയോ. അതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഇങ്ങനെയുള്ള സാമൂഹിക വിഷയങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതികരിച്ചുകൊണ്ട് വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എൻ്റെ സമയക്കുറവ് കാരണം എനിക്ക് പലപ്പോഴും പറ്റാറില്ല. അതെല്ലാം മനസ്സിൽ തന്നെ അവിടെ ആണ്. പക്ഷേ ഇതൊരു സ്ത്രീയും കുഞ്ഞുമായതുകൊണ്ട്, കാരണം ഏകദേശം ഇതുപോലെയോ ഇതിനോട് സാമ്യമുള്ളതോയോ ചില ജീവിത സാഹചര്യം കൂടെ പോയിട്ടുള്ള ഏതൊരു സ്ത്രീക്കും അത് മനസ്സിലാകും. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കെല്ലാം മനസ്സിലാകും ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒരവസ്ഥ. അപ്പോൾ ഞാൻ സാധാരണ മഞ്ജു വാര്യരുടെ ഡിവോഴ്സ് നടന്ന ടൈമിൽ, കാവ്യയുടെ വിഷയം നടന്ന സമയത്ത്, അമൃതയുടെ വിഷയം നടന്ന സമയത്ത് എല്ലാവരും നമ്മുടെ പരിചയക്കാരും നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് പോലും ഇവരെക്കുറിച്ച് അഭിപ്രായം പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, നമുക്ക് ഒരു 25% കേട്ട് വിശ്വസിക്കും, 25% കണ്ട് വിശ്വസിക്കും, 25% വായിച്ച് വിശ്വസിക്കും, 25% നമ്മുടെ പരിചയക്കാർ നമ്മോട് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കും. അപ്പോഴും നമ്മൾ 100% ആയി എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. ആ വിഷയം നമ്മൾ അറിഞ്ഞത് പൂർണ്ണം സത്യമാണ് എന്ന് നമുക്ക് അപ്പോഴും തീരുമാനിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ അതായത് വാദിയെയും പ്രതിയെയും നേരിട്ട് നമ്മൾ സംസാരിച്ചാൽ മാത്രമേ അതിൻ്റെ കല്ലും നെല്ലും നമുക്ക് പതിരും തിരിയും. അപ്പോൾ നമുക്ക് അല്ലാതെ അത് സത്യമാണെന്ന് കരുതി നമുക്കൊരഭിപ്രായവും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 3 വിഷയത്തിലും ഞാൻ ഇതുവരെ ആരെയും കുറ്റപ്പെടുത്തി എനിക്ക് സംസാരിക്കാൻ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് അപ്പോഴൊക്കെ ഞാൻ ഇന്നും ഈ നിമിഷം വരെ ഞാൻ ആഗ്രഹിക്കുന്ന ഇവരെ 3 പേരെയും എനിക്കൊന്ന് നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ, എന്നാൽ മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ മാത്രമേ എനിക്ക് അവരെ കുറ്റം പറയാനായിട്ട് പറ്റൂ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിലും അത് തന്നെ. പക്ഷേ ഒരു കാര്യം, നമ്മൾ മലയാളികൾ ഒന്ന് കേട്ടാൽ ഉടനെ എടുത്ത് ചാടി അഭിപ്രായം പറയും. നമുക്ക് ഒരു കാര്യം, കുറച്ച് നമ്മൾ കേട്ട് വിശ്വസിക്കുന്നതും കണ്ടു വിശ്വസിക്കുന്നതെന്ന് നമുക്ക് ചിലത് വിശ്വസിക്കാൻ ചിലത് വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു കോമൺ സെൻസ് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മലയാളികൾ അത് ഉപയോഗിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേട്ട ഉടനെ അതിനെ മോശമായി പ്രതികരിക്കുക എന്നത് മലയാളികളുടെ ഒരു സിമ്പലായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ജുവിൻ്റെ കാവ്യയുടെ വിഷയം കഴിഞ്ഞു, അത് പോട്ടെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമൃതയുടെ വിഷയം. അമൃത ബാലയുമായിട്ടുള്ള വിഷയം കഴിഞ്ഞു. ഗോപി സുന്ദറുമായിട്ട് കുറച്ച് നാൾ അടിച്ചു പൊളിച്ചു അവൾ ജീവിച്ചു. അവൾക്ക് അവിടെ ലൈഫിൽ അവൾക്ക് കിട്ടാത്ത സന്തോഷം ഒരാൾ കൊടുത്തപ്പോൾ അവൾ ഒരു ജീവിതം ഡിവോഴ്സ് കഴിഞ്ഞിട്ടാണ് അവൾ മറ്റൊരാളോടൊപ്പം പോയത്. അത് രഹസ്യബന്ധമായിട്ടല്ല, പരസ്യമായി അവർ വിവാഹം കഴിഞ്ഞ് താമസിച്ചതാണ്. അപ്പോൾ നമുക്കതിനൊരു അവിഹിതമായിട്ടോ അവളെ മോശക്കാരിയായിട്ടോ ചിത്രീകരിക്കാൻ പറ്റില്ല. മീഡിയയിലെല്ലാം പരസ്യമായി അവൾ പറഞ്ഞു, അവളുടെ മകളെയും കുടുംബക്കാരെയും എല്ലാം അറിയിച്ചുകൊണ്ടാണ് അവൾ ജീവിച്ചത്. ഇവിടെ വിദേശികൾ മാത്രമാണ് പണ്ട് ഒരാൾ കഴിഞ്ഞ് 2 ആൾ 3 ആൾ ഇങ്ങനെ വിവാഹം കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് മലയാളികളെല്ലാം അതൊരു ഫാഷനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമൃതയ്ക്ക് മാത്രം എന്തുകൊണ്ടായിക്കൂടാ? അവൾ വളരെ യങ് ആണ്, അവൾക്കൊരു വീണ്ടും ഒരു ജീവിതം ആവശ്യമുള്ള ആളാണ്. ഗോപി സുന്ദർ മോശക്കാരനായി പോയതുകൊണ്ട് അമൃത മോശക്കാരി ആയതുകൊണ്ട് ആണ് അവൾ അയ്യയുടെ കൂടെ ജീവിച്ചതെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഒരാൾ മോശക്കാരനായിരുന്നു, അവളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അയാൾ എങ്ങനെ വേണോ മാറാമല്ലോ. അപ്പോൾ അവൾക്കൊരു ജീവിതം കിട്ടി. 14 വർഷത്തിന് ശേഷം 14 വർഷം വരെ അവൾ ഒരു അവിഹിത ബന്ധത്തിനും പോയി നിങ്ങളാരും പോയി അവളെ പിടിച്ചില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഒരു സന്തോഷിക്കേണ്ട പ്രായത്തിൽ അവൾക്കത് കിട്ടിയപ്പോൾ അവൾ സന്തോഷം കണ്ടെത്തി. അപ്പോൾ അത് അവളുടെ വീട്ടുകാരാണ് അത് അറിയേണ്ടത്. നമ്മളാരുമല്ല അവൾക്ക് ചിലവിന് കൊടുക്കുന്നത്. എന്നിട്ടും നമ്മൾ അവളെ വേശ്യ എന്നുള്ള രീതിയിൽ നമ്മൾ പലതും അവളെയും അവളുടെ മകളെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ അറിവില്ലായ്മയെന്നേ പറയാൻ പറ്റൂ. പക്ഷെ എന്തോ ദൈവം അവിടെയും വിധി അവൾക്കെതിരായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, മാവുള്ള മരത്തിൽ മാത്രമേ നമ്മൾ കല്ലെറിയൂ. മാങ്ങ ഇല്ലാത്തൊരു മരത്തിൽ ഒരു പയ്യന്മാരും കല്ലെറിയില്ല. എന്നാൽ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കല്ലെറിയും. അതുപോലെ തന്നെ ഒരുപാട് ഫലം കായ്ക്കാൻ കഴിവുള്ള, അതിനുള്ള എല്ലാ കഴിവും ദൈവം കൊടുത്ത് വിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അമൃത എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അമൃതയ്ക്ക് ഫലം ഉള്ളത് കൊണ്ടാണ് അമൃത കല്ലെറിയുന്നത്. അമൃതയ്ക്ക് ഒരു പുരുഷൻ്റെ തണലിൽ നിൽക്കാതെ സ്വന്തമായി ജീവിക്കാനുള്ള കഴിവ് ഉള്ള ഒരു വ്യക്തിയാണ് അമൃത അത് ഇനിയെങ്കിലും തിരിച്ചറിയണം. അമൃത ഒരു പുരുഷൻ്റെ തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കാം ഒരു ഭാര്യ എന്ന നിലയിൽ. പക്ഷേ ഒരു അമൃതയ്ക്ക് ജീവിക്കാനോ മകളെ വളർത്താനോ
ഒരു പുരുഷൻ്റെ സഹായം ഇല്ലാതെ സ്വന്തം കാലിൽ ജീവിക്കാൻ കഴിവുള്ള എല്ലാ കഴിവും പാടാനും നൃത്തം ചെയ്യാനും അഭിനയിക്കാനും മോഡലിങ്ങിനും എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ച് വിട്ടിരിക്കുന്ന ഒരു ശരീരവും ഒരു കഴിവും ശബ്ദവും എല്ലാം അമൃതയ്ക്കുണ്ട്. അത് അമൃത ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ എടുത്ത ഒരു സെലക്ഷൻ തെറ്റായിപ്പോയി എന്ന് കരുതി നിൻ്റെ ജീവിതത്തിൽ ഇനി നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നൊന്നും ഇവിടെ ഒരു നിയമവും ഇല്ല. അമൃതയ്ക്ക് ഇനിയും പറ്റിയ ഒരു തുണ വന്നാൽ അമൃതയ്ക്ക് ഇനിയും കല്യാണം കഴിക്കാം. പക്ഷേ അമൃത ഒരു സമൂഹത്തെ ഭയക്കേണ്ടതായിട്ടില്ല. കാരണം നിന്നെ ഒരു ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടില്ല. നീ ബാലയുടെ ആയാലും ഗോപിയോടായാലും പരസ്യമായിട്ടാണ് ജീവിച്ചത്. അപ്പോൾ അമൃത ധൈര്യമായി ജീവിതത്തെ മുന്നിട്ട് എല്ലാവരോടും മല്ലിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അമൃതയുടെ ഇന്നത്തെ വീഡിയോ കണ്ട് ഞാൻ പലപ്പോഴും അമൃതയുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൽ ഒരിടത്ത് പോലും അമൃത ബാലയെ മോശക്കാരനായിട്ട് സംസാരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഈ ലാസ്റ്റ് വീഡിയോയിൽ ഇത്രയും അവൾ മനംനൊന്ത് അവൾ കണ്ണീരോടുകൂടെ അവളെ മകൾക്ക് വേണ്ടി യാചിക്കുന്ന വീഡിയോയിൽ പോലും ബാല ചേട്ടൻ എന്നല്ലാതെ എനിക്ക് പോലും പറ്റത്തില്ല. ഞാനും എനിക്ക് ദേഷ്യം വന്ന് എൻ്റെ ഭർത്താവിൻ്റെ പേര് വിളിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്കത് മനസ്സിലായി തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അവൾ ബാലചേട്ടൻ എന്നല്ലാതെ പറയുന്നില്ല. കാരണം അവളുടെ 18 വയസ്സിൽ അവൾ സ്നേഹിച്ച അവളുടെ ആദ്യത്തെ പുരുഷനാണ്. അപ്പോൾ ഒരു ആദ്യത്തെ പുരുഷനെ മറക്കാൻ ഒരു സ്ത്രീക്കും കഴിയില്ല, എത്ര ദ്രോഹിച്ചാലും. അതൊരു പ്രകൃതി സത്യമാണ്. ആ സത്യം അവൾ ഇപ്പോഴും പാലിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അവളൊരു മോശക്കാരിയാകാൻ സാധ്യതയില്ല. അപ്പോൾ അവളുടെ തെറ്റുകൊണ്ടല്ല അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവിച്ചതെന്ന് അവളുടെ ഈ വീഡിയോ കണ്ട എല്ലാ മലയാളിക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരാളെ കരിവാരി തേക്കാൻ കല്ലെറിയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവരുടെ സത്യം ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഞാനെന്തായാലും ഒരു വീഡിയോയിലും മോശം കമൻ്റ് ഇട്ട് അവരാരെയും വേദനിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അമൃത പറയുന്നു അമൃതയ്ക്ക് ഒരു പ്രോഗ്രാം ചെയ്യാനോ പുറത്തിറങ്ങാനോ ഒക്കെ ഭയമാണ്, ആളുകളെ പേടിച്ചെന്ന്. എന്തിനു പേടിക്കണം? ഈ കേരളത്തിൽ ഇവിടെ ആരാണ് ശീലാവതിയായിട്ടുള്ളത്? ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഇല്ല. കാരണം എല്ലാവരും ഇന്നത്തെ ഈ യുഗത്തിൽ എല്ലാവരും അവരുടേതായ രീതിയിൽ ശരിയെന്ന് കരുതി തെറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അമൃത അങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. അമൃത ഗോപി സുന്ദറിനോടൊപ്പം ജീവിച്ചപ്പോൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ അമൃതയ്ക്ക് ഇപ്പോഴും ജീവിക്കാം. അമൃതയുടെ സ്വന്തം കഴിവിൽ, സ്വന്തം അധ്വാനത്തിൽ, സ്വന്തം പണത്തിൽ. അമൃത ദയവ് ചെയ്ത് ആ ഒരു ഭയം മാറ്റിക്കളയുക. നിന്നെ ദൈവം എല്ലാ കഴിവോടും കൂടെയാണ് സൃഷ്ടിച്ചത്. നീ ആ കഴിവോടുകൂടെ തന്നെ മുന്നോട്ട് പോവുക എന്ന് അമൃതയോട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അമൃതയുടെ മകളോടും നീയും സമൂഹം പറയുന്നതോ നിന്റെ ക്ലാസ്സിലെ കുട്ടികൾ പറയുന്നതോ കേട്ട് ഇപ്പം നിനക്ക് വിഷമം ഉണ്ടാകും. കാരണം മോളൊരു ചെറിയ കുഞ്ഞായതുകൊണ്ടാണ്. മോൾ വളരുമ്പോൾ മോൾക്ക് അതിനെയും മറികടക്കാനുള്ള കഴിവ് മോൾക്കും കിട്ടും. മോളുടെ അമ്മയെപ്പോലെ ഒരു ബോൾഡായ ക്യാരക്ടർ മോൾക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആര് സമൂഹത്തെ നോക്കണ്ട. സമൂഹത്തിൽ ആരും എല്ലാവരുടെ വീടുകളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സ്മെല്ല് വെളി വരുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ 4 പെണ്ണുങ്ങളെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും അങ്ങനെ നിങ്ങൾ പറയരുത്. നിങ്ങൾ 4 പേരും കഴിവുള്ളവരാണ്. നിങ്ങൾ 4 പേരും വിചാരിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കലാരംഗത്ത് മുന്നോട്ട് പോകാനും വിജയിക്കുവാനും ഏത് രംഗത്തായാലും നിങ്ങൾക്ക് അതിന് സപ്പോർട്ട് തരാൻ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ പിന്തുണയ്ക്കുന്നവരും നിങ്ങളെ മനസ്സിലാക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഉപയോഗിച്ച് ഉപജീവന മാർഗം കണ്ടെത്തേണ്ടവരാണ് എന്ന് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ഒരു ജോലിയും ഇല്ലാതെ മൊബൈലും കുത്തി വീഡിയോയും കണ്ട് അഭിപ്രായവും ഇട്ട് കമൻറ്റും ഇട്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനിരിക്കുന്ന സാമൂഹ്യ ദ്രോഹികൾ സ്വന്തം വീട്ടിലോട്ടൊന്ന് തിരിഞ്ഞ് സ്വന്തം സഹോദരി ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു, ആരോടൊക്കെ അഴിഞ്ഞാടുന്നു, ആരോടൊക്കെ കിടപ്പറ പങ്കിടുന്നു എന്ന് നോക്കാൻ നേരമില്ലാതെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും ഒരഭ്യർത്ഥനയേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതം ശരിയാക്കുക, മറ്റുള്ളവരുടെ ജീവിതം അവർ ശരിയാക്കിക്കോളും. അവർക്കും അച്ഛനും അമ്മയും സഹോദരങ്ങളെല്ലാം ഉണ്ട്. ഇവരൊന്നും പബ്ലിക് പ്രോപ്പർട്ടീസ് ഒന്നുമല്ല. ആണ് എങ്കിൽ അതൊരു കലാകാരൻ എന്നുള്ള നിലയിലാണ്. ആ രീതിക്കുള്ള സ്വാതന്ത്ര്യം മാത്രം നിങ്ങൾ എടുക്കുക. അല്ലാതെ അവരെ കരിവാരി തേക്കാനും അവരെ കുപ്പിയിലാക്കാനും നിങ്ങൾക്ക് ആരും പെർമിഷൻ തന്നിട്ടില്ല. അവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കണം, അവരും ജീവിക്കട്ടെ. സത്യം അറിഞ്ഞിട്ട് പ്രതികരിക്കാൻ ശ്രമിക്കുക, സത്യം അറിയാതെ കരിവാരി തേക്കാതിരിക്കുക. അമൃതയോട് പലർക്കും ഒരു ബാലയെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും സമ്പന്നനായ സുന്ദരനായ ഒരു നടനെ കല്യാണം കഴിച്ചു കിട്ടി എന്ന ഒരു അസൂയ ഏകദേശം ഒരു 70% മലയാളിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അസൂയയിൽ നിന്ന് ഉടലെടുത്തതാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കുക. ആ കുട്ടിയുടെ അന്നത്തെ പ്രായം എല്ലാം നമ്മൾ കണക്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവൾ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അവൾ അനുഭവിച്ചതും
ബാലയുടെ ലൈഫ് ഒരു മദ്യപാനിയുടെ ജൽപ്പനങ്ങളാണ് അയാൾ പറയുന്നതല്ല. അതിലൊന്നും ഒരു വാസ്തവവും ഇല്ല എന്ന് 24 മണിക്കൂർ ഭാര്യയെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബാലയ്ക്ക് ഒരു അല്പം പോലും അവരോട് സ്നേഹം ഇല്ല എന്നുള്ളത് നമുക്കിപ്പോൾ അമൃതയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും അദ്ദേഹത്തെ ബാലച്ചേട്ടാ എന്ന് മാത്രം വിളിക്കുന്ന അവരുടെ മനസ്സിൻ്റെ ആ നിഷ്കളങ്കത നാം ഇനിയെങ്കിലും തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് ദയവേത് ആരെയും അപമാനിക്കാതിരിക്കുക. അവർ ജീവിക്കട്ടെ, അവർക്കും ഈ ഭൂമി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇനിയും അമൃതയ്ക്ക് ഒരു കല്യാണം കഴിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കാൻ ഇതുവരെ കിട്ടാത്ത ആ ഒരു നല്ലൊരു ദാമ്പത്യം അമൃതയ്ക്ക് ചിലപ്പോൾ ഈശ്വരൻ ഇനിയും കൽപ്പിച്ച് തന്നെന്നിരിക്കും. അമൃതയുടെ ജീവിത വഴിയിൽ ശക്തയായി മുന്നോട്ട് പോവുക. നിനക്കതിനുള്ള ബോൾഡ്നെസ്, നിനക്കതിനുള്ള കഴിവ്, തൻ്റെ എല്ലാം നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നീ അതൊരു മുറിയിൽ വീട്ടിനുള്ളിൽ കരഞ്ഞു തീർത്തിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക. നിനക്ക് അവസരങ്ങൾ ഈശ്വരൻ ഇനിയും കരുതി വച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.